കണ്ണൂർ കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തേക്ക് പി ഇന്ദിരയ്ക്ക് സാധ്യത മങ്ങുന്നു. പി ഇന്ദിരയെ മേയറാക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിലിന് സാധ്യത കൂടുകയാണ്. ലിഷ ദീപകിന്റെ പേരും പരിഗണനയിലുണ്ട്. കെ സുധാകരന്റെ തീരുമാനമാകും നിർണായകമാകുക. കോർപ്പറേഷനിൽ BJPക്ക് 4 സീറ്റ് ലഭിച്ചത് ഗൗരവമുള്ള വിഷയമാണെന്നും CPIM വോട്ട് മറിച്ച് നൽകിയാണ് BJP വിജയിച്ചതെന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഞങ്ങളിത് പ്രതീക്ഷിച്ച വിജയമാണ്. കാരണം കോർപ്പറേഷനിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസനം പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു. ഇതിൽ കൂടി കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട വിജയം നമുക്കുണ്ടാകുമായിരുന്നു. പക്ഷേ കരട് വോട്ടർ പട്ടികയിൽ വന്ന പേരുകളൊന്നും അന്തിമ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടില്ല. എല്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി വലിയൊരു വിജയം നമുക്കിവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കോർപ്പറേഷനിൽ 4 BJPക്കാർ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇപ്പോൾ ടെമ്പിൾ വാർഡ്, കണ്ണൂർ ടൗണാണ് ടെമ്പിൾ വാർഡ് എന്ന് പറഞ്ഞത്. അവിടെ CPMന് 89 വോട്ടേ ഉള്ളൂ. CPMന്റെ വോട്ട് എങ്ങോട്ട് പോയി? ഇവിടെ SDPI വിജയിച്ചു കൊടുത്ത് അവിടെ CPMന് വോട്ടില്ല. ഈ CPMന്റെ വോട്ടൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് കൊടുത്ത് മേടിക്കും, എന്നിട്ട് മറ്റ് ഭാഗങ്ങളിൽ നിന്ന് CPMന് വോട്ട്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ആദ്യഘട്ടത്തിൽ പി ഇന്ദിരയുടെ പേരാണ് ഉയർന്നു കേട്ടിരുന്നത്. പക്ഷേ ചിലർക്ക് ഇന്ദിരയോട് താല്പര്യക്കുറവുണ്ടല്ലേ, എന്താണ് അതിന് കാരണം? ഇനിയിപ്പോൾ ഇന്ദിര അല്ലെങ്കിൽ ശ്രീജ മഠത്തിലായിരിക്കുമോ മേയർ? റോഷ്നി, ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും എത്തിയിട്ടില്ല. അവസാനവട്ട ചർച്ചകൾ അല്ലെങ്കിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക, ഭയമൊക്കെ UDFനെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ ഉജ്ജ്വലമായ വിജയം നേടി കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ മേയർ ആരാണ് എന്നുള്ളതാണ് ഒരാകാംക്ഷയായി ബാക്കി നിൽക്കുകയും ചെയ്യുന്നത്. അതിൽ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ പി ഇന്ദിര എന്നുള്ള പേര് തന്നെയാണ് ആദ്യഘട്ടം മുതൽ കേട്ടുകൊണ്ടിരുന്നത്. കാരണം പി ഇന്ദിരയാണ് നിലവിൽ ഡെപ്യൂട്ടി മേയർ. കൂടാതെ പയ്യാമ്പലത്ത് മികച്ച വിജയം നേടി ജയിച്ചു വന്ന ആളുമാണ്. പക്ഷേ അപ്പോഴും ചില കൗൺസിലർമാർക്കൊക്കെ പി ഇന്ദിരയോട് ഒരു അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. കൂടാതെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കും ആ രീതിയിലുള്ള ഒരു അതൃപ്തിയുണ്ട്. അതിനാൽ തന്നെ ഒരു പക്ഷേ പി ഇന്ദിര മാറി അവിടേക്ക് ശ്രീജ മഠത്തിൽ മേയർ ആയി വരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ തെളിയുന്നത്. ഇനിയിപ്പോൾ ഒരു തീരുമാനം കെ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഒന്നുകിൽ പി ഇന്ദിര അല്ലെങ്കിൽ ശ്രീജ മഠത്തിൽ എന്താണ് നിലവിലെ സാഹചര്യം, സാധ്യത. ഇനി അതല്ല മറ്റൊരു ഓപ്ഷനിലേക്ക്, മറ്റൊരു ചോയ്സിലേക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ, UDF പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ലിഷ ദീപക് എന്നുള്ളൊരു പേരിലേക്ക് വരും. താഴത്തൊരു ഡിവിഷനിൽ നിന്നാണ് ലിഷ ദീപക് ജയിച്ചു വന്നത്. അതിനാൽ തന്നെ ഈ ഒരു തർക്കം അവിടെ നിലനിൽക്കുകയാണെങ്കിൽ ലിഷ ദീപക്കിലേക്ക് ഈ ഒരു പേര് കടക്കുകയും ചെയ്യും. ആദ്യത്തെ 3 വർഷം കോൺഗ്രസിന് മേയർ, അതിനുശേഷം രണ്ടാമത്തെ 2 വർഷം അത് ലീഗിന്. ഇതാണ് നിലവിലുള്ള ഒരു ധാരണ. കണ്ണൂർ കോർപ്പറേഷനിൽ അങ്ങനെയാണ് ഭരണം നടന്നു പോവുകയും ചെയ്യുന്നത്. ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 വർഷം ആരായിരിക്കും കണ്ണൂർ കോർപ്പറേഷന്റെ മേയർ എന്നുള്ളതാണ് ആകാംക്ഷ ഉണ്ടാക്കുന്ന ചോദ്യം. 3 പേരുകളിലേക്ക് ഏതായാലും നിലവിലെത്തിയിട്ടുണ്ട്. പി ഇന്ദിര, ശ്രീജ മഠത്തിൽ, കൂടാതെ ലിഷ ദീപക്. അവസാനം ആർക്കാണ് നറുക്കു വീഴുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം റോഷ്നി. ശരി അഭിജിത്ത്, നമുക്ക്